ഹായ് മക്കളെ, +1 ബിസിനസ് സ്റ്റഡീസിൽ ഓരോ ചാപ്റ്ററുകളെയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ. യെസ്, ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസുകളാണ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, ദെൻ സ്റ്റാർട്ടിംഗ് എ ബിസിനസ് ബേസിക് ഫാക്ടേഴ്സ്. ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ പാർട്ട്ണർഷിപ്പും അതേപോലെ തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ദെൻ പ്രൈവറ്റ്, പബ്ലിക്, ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന ചാപ്റ്ററിൽ ഈ 4 സ്ഥാപനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. 4 സ്ഥാപനങ്ങളെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ ബിസിനസ് സർവീസ് എന്ന ചാപ്റ്ററിൽ ബാങ്കിങ്ങും ഇൻഷുറൻസുമാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ദെൻ എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്സിൽ സ്കോപ്പ് ഓഫ് ഇ ബിസിനസ്സും ബെനിഫിറ്റ്സ് ഓഫ് ഇ ബിസിനസ്സും ഈ ബിസിനസ് റിസ്ക്കുമാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന ചാപ്റ്ററിൽ കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ഡിഫറെന്റ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ്, ദെൻ ബിസിനസ് എത്തിക്സ് എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിട്ട് വരുന്നത്. ദെൻ അടുത്ത ഫോർമേഷൻ ഓഫ് എ കമ്പനിയിൽ ഈ 4 സ്റ്റേജസും പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റിലായിട്ടുള്ള MOAയും മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും അതേപോലെ തന്നെ AOAയും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ അടുത്ത സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സോഴ്സ് ഓഫ് ഫണ്ടുകളുണ്ട്. സോ ഏതൊക്കെ ഫണ്ടുകളാണ് ഓരോന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ഫണ്ടിനെ കുറിച്ചും കൃത്യമായിട്ട് ഷോർട്ടേജ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ അതും പഠിച്ചു വെക്കണം. ദെൻ അടുത്ത സ്മോൾ ബിസിനസ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട റോൾ ഓഫ് സ്മോൾ ബിസിനസ് ഇൻ ഇന്ത്യ, പ്രോബ്ലംസ് ഓഫ് സ്മോൾ ബിസിനസ്, അതേപോലെ തന്നെ ഓൺടർപ്രണർഷിപ്പും IPRും എന്താണെന്ന് പഠിച്ചു വെക്കണം. ദെൻ അടുത്തത് ഇന്റർണൽ ട്രേഡ് എന്ന ചാപ്റ്ററിൽ കൃത്യമായിട്ട് ഹോൾസെയിൽ ട്രേഡ് എന്താണെന്നും റീറ്റെയിൽ ട്രേഡ് എന്താണെന്നും സർവീസ് ഓഫ് ഹോൾസെയിലേഴ്സും സർവീസ് ഓഫ് റീറ്റെയിലേഴ്സും ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സും പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്നത് ഫിക്സഡ് ഷോപ്പ് ട്രേഡേഴ്സും സ്മോൾ സ്കെയിലും ലാർജ് സ്കെയിലിനെ കുറിച്ചും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ഇന്റർനാഷണൽ ബിസിനസിന്റെ ബെനിഫിറ്റ്സ് പഠിച്ചു വെക്കണം. ഇന്റർനാഷണൽ ബിസിനസിന്റെ ഡൊമസ്റ്റിക് ബിസിനസ്സുമായിട്ടുള്ള ഡിഫറൻസ് പഠിച്ചു വെക്കണം. ദെൻ മോഡ്സ് ഓഫ് എൻട്രി ഇൻടു ഇന്റർനാഷണൽ ബിസിനസ്സും ദെൻ IMFനെ കുറിച്ചും WTO കുറിച്ചും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എല്ലാവരും ഈ ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.